നെയ്മർ 2026 അവസാനമാകുമ്പോഴേക്കും ഫുട്ബോളിൽ നിന്നും റിട്ടയർ ചെയ്യാണ്. ആരാണ് പറഞ്ഞത്? നെയ്മർ തന്നെയാണ് പറഞ്ഞത്. കാസ് TV അങ്ങനെ എന്തോ ഒരു ചാനലിലാണ് പുള്ളി പറഞ്ഞത് 2026 അവസാനമാകുമ്പോഴേക്കും താൻ ഫുട്ബോളിൽ നിന്നും ചിലപ്പോൾ റിട്ടയർ ചെയ്തേക്കും എന്നുള്ളത്. അത് നെയ്മറിന്റെ കളി കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പുള്ളി റിട്ടയർ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. പുള്ളി റിട്ടയർ ചെയ്യരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. സോ ടു ബി ഫ്രാങ്ക് പറയാലോ, കാരണം നെയ്മർ നമുക്ക് തരുന്ന ഒരു ജോയ്, ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ. അത് വേറെ ആര് കളിക്കുമ്പോഴും അങ്ങനെ ഇത്ര അധികം കിട്ടാറില്ല. നെയ്മറിന് ഇപ്പോഴും സ്റ്റിൽ അദ്ദേഹത്തിന്റെ ഫ്ലയർ പോയി എന്നൊന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തിന് ആ ഒരു സ്റ്റിൽ ജോഗോ പോയിട്ട് ഇപ്പോഴും പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആ ഫ്ലയർ ഇപ്പോഴും പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ലാസ്റ്റ് സാന്റോസിന്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു, അതിൽ നെയ്മർ ചോപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സ്കിൽ, നെയ്മറിന് മാത്രം പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് നെയ്മർ ചോപ്പ്. അപ്പോൾ നെയ്മർ ചിലപ്പോൾ മേ ബി റിട്ടയർ ചെയ്യും. പക്ഷെ പുള്ളി വിചാരിച്ച പോലെ പുള്ളിയുടെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. ഹി ഹാസ് എ വെരി ഗുഡ് ഷേപ്പ്. ഓക്കെ, അദ്ദേഹം നല്ല ഷേപ്പിലാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്ക് കണ്ടാൽ നമുക്കറിയാം പുള്ളിക്ക് ഇപ്പോഴും യൂറോപ്പിൽ എവിടെ പോയിട്ടാണെങ്കിലും കളിക്കാൻ പറ്റും. പക്ഷെ പുള്ളിയുടെ ബോഡി പുള്ളി വിചാരിച്ച പോലെ റിയാക്ട് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരിക, അഡക്ടർ ഇഞ്ചുറി വരിക, അദ്ദേഹത്തിന് 2 knee സർജറി കഴിഞ്ഞിട്ടുണ്ട്, മുട്ടിന് പെയിൻ വരിക, അങ്ങനത്തെ ഇഷ്യൂസ് നല്ലപോലെ നെയ്മറിനുണ്ട്. സോ ഹിസ് ബോഡി ഈസ് നോട്ട് റിയാക്ടിങ് ആസ് ഹി മച്ച് എക്സ്പെക്റ്റഡ്. സോ നെയ്മർ ചിലപ്പോൾ മേ ബി ഒരു 2026 എൻഡിൽ റിട്ടയർ ചെയ്യുന്നതാണ് പറയുന്നത്. 2026 ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രസീലിയൻ ഓഡിയൻസിന് ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ടു ബി ഫ്രാങ്ക് പറയാലോ, അപ്പോൾ കണ്ടില്ലേ ബ്രസീലിയൻ ജേഴ്സി നമ്പർ 10 ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്കും പേഴ്സണൽ ഫേവറേറ്റ് ആണ് നെയ്മർ എന്ന് പറയുന്നത്. എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടാവും എന്തായാലും.